അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവർ വിചാരിക്കും നമ്മൾ ഏതോ നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. അപ്പോഴേക്കും ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് അടുത്തത് കാണിക്കുക. എന്തായാലും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഫുൾ നോക്കിയില്ല ഇവിടെ. കംപ്ലൈന്റ് ചെയ്യാം. ഞാൻ എന്റെ പെട്ടി ഇല്ലാതെ ഞാൻ വരില്ല. കൊറേ ടൈം പോയത് 2-3 പ്രാവശ്യം പെട്ടി പിന്നെ അബ്സല്യൂട്ട് കെയോസ് ആണ്. ഇമിഗ്രേഷൻ അങ്ങോട്ട് പോലും പോകാൻ പറ്റില്ല. അത്രയും തിരക്കാണ്, അത്രയും ക്രൗഡാണ്. എനിക്കറിയില്ല ഞങ്ങൾ എപ്പോൾ ഇറങ്ങുന്നു. രാവിലെ 10 മണിക്ക് ഞങ്ങൾക്ക് ഷൂട്ടിന് പോകാനുണ്ടായിരുന്നു. വേഗം തിരിച്ചെത്തി. ഇനി പാക്ക് ചെയ്യാനുണ്ട്. നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതെ, എന്തായാലും ലാസ്റ്റ് മുമ്പിന്. പക്ഷെ നല്ല കാര്യമാണ്, ലാസ്റ്റ് മുമ്പിന് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു വർക്ക് കിട്ടിയാൽ നമുക്ക് അത്രയും കൂടുതൽ കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാമല്ലോ. പ്രിയക്കാണെങ്കിൽ ലാസ്റ്റ് മുമ്പിന് വർക്ക് വരുന്നതേ ടെൻഷനാ. ഇനി പ്രിയക്ക് ഇനിയിപ്പോ മറ്റേ ഐബ്രോസ് ചെയ്യാൻ പോണം. ഹെയർ കട്ട് ക്യാൻസൽ ചെയ്തു. അത് നമ്മുടെ അടുത്ത ട്രിപ്പിന് വേണ്ടി വെക്കാന്ന് വിചാരിച്ചു. അല്ലേ, സമയമില്ല. ഒരു സംഭവം ആയിരിക്കും കേട്ടോ നാളത്തെ. പ്രിയയുടെ നാളത്തെ വ്ളോഗില് കാണുമ്പോ ട്രാവൽ തുടങ്ങാൻ പോവാണ്. പാക്കിംഗ് വീഡിയോ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. അത് കണ്ട് നിങ്ങൾ ഗസ് ചെയ്യാം എങ്ങോട്ടാന്ന്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഇവിടെ പെട്ടിയൊക്കെ ഓൾറെഡി പാക്കായി. വേദുവിന് ഒരു സ്കൂട്ടർ പെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. അല്ലാതെ വേദുവിൻ്റെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വെരി എക്സൈറ്റഡ്. ഞാൻ എൻ്റെ പാക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല, വേദുവിൻ്റെ മാത്രമല്ല പ്രിയയുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ് എൻ്റെയും വേദുവിനും. എനിക്കും വേദുവിനും ഒരു പെട്ടി, പ്രിയയ്ക്കും ഒരു പെട്ടി. അതാണ് കണക്ക്. ഇനി അപ്പോൾ പ്രിയയുടെ പാക്കിംഗ് കൂടെ കാണാം. ഫുൾ എനർജി എന്ന് പറയാൻ വന്നത് ആ മുഖം കണ്ടാലേ അറിയാതെ ഞാൻ തള്ളുമായിരിക്കും. അതുകൊണ്ട് ഒരു എനർജി ഇല്ലാതെ ഇരിക്കുകയാണ്. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. തലേ ദിവസം നമ്മുടെ പാക്കിംഗ് തലേ ദിവസമാണ് ചെയ്യുന്നത്. ഇത് ഇതാണെങ്കിൽ ഒരു 6 മാസം മുമ്പേ ബുക്ക് ചെയ്ത ട്രിപ്പാ. എന്നിട്ടും എല്ലാവർക്കും അറിയാം. അത് മറ്റേ സെയിം അത് മറ്റേ മോഹൻലാലിന്റെ മറ്റേ കുതിരോട്ടം പപ്പു വെറുതെ വെള്ളം ഉണ്ടെന്ന് പറയുമ്പോ ചാടി ചാടി പോയില്ലേ. അതിന് വേറെ ഈ സംശയത്തിന് വേറെ എന്തോ പറയണ്ടേ, അത് ഞാൻ പറയുന്നില്ല. അതിനു മുമ്പ് കണ്ട ഇവിടെ ഒരു മേബി ഒരു 1 ഇയർ ആയി കാണും ഡ്രൈ വാഷിന്. സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു വർഷമായിട്ട് പ്രിയക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഡ്രൈ വാഷിന് അവിടെ ഇരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ജസ്റ്റ് യൂഷ്വൽ മെസ്സ് പാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ളത്. സോ ഓക്കെ, അതെ അതെ. അതിൻ്റെ കൂടെ ബ്രാൻഡ് ന്യൂ പെട്ടി വാങ്ങിയിട്ടുണ്ട് സ്കൈ ബാഗിന്റെ. അത് ഞാൻ പ്രിയയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അയ്യോ സോറി, ബ്രാൻഡ് ന്യൂ പെട്ടിയുണ്ട്. ഓക്കെ, സോ ഈ ഔട്ട്ഫിറ്റ്സിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക. ഏതൊക്കെയാ 2 അല്ല തായ്ലൻഡിൽ വെച്ചിട്ട്. അത് എയർലൈൻസ് മിസ് ചെയ്തു, പൈസയും തിരിച്ചു തന്നില്ല അവര് പിന്നെ ക്ലെയിമിലൊന്നും ഒരു റിപ്ലൈ ഇല്ല. എന്നിട്ടാണ് സിംഗപ്പൂർ എയർലൈൻസ്. അതെ അതെ. ഓക്കെ, സോ ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന്. ഏകദേശം 20 ഡേയ്സ് ഉണ്ട്. 20 ഡേയ്സ് ഉള്ള യാത്രയാണ്. സോ റഫ് ആയിട്ടൊരു ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാം. ഒന്നും തുറക്കണ്ട, ജസ്റ്റ് ഇട്ട് കാണിക്കാലോ. റെഡ് വേദും പ്രിയ റെഡ്, ഞാൻ വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ. അപ്പത്തെ മാച്ചിങ് നോക്കി. നാളെ കൊടുക്കുക, നാളെ രാത്രി യാത്ര. നമ്മുടെ വെബ്സൈറ്റില് ഇതിന്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. മറ്റേ കോട്ട് സെറ്റ് സ്കേർട്ട്. ഓക്കെ, അതിന്റെ ബ്ലൂ ആണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ബ്ലൂ ഇങ്ങനത്തെ ഒരു സെറ്റ്, അതിന്റെ കൂടെ കോട്ട് സെറ്റ് സ്കേർട്ട്. ഇത് ഇങ്ങനെയല്ല കേട്ടോ, തേച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ ഇതിന്റെ ബ്രൗൺ ഷെയ്ഡ് കിട്ടും. എനിക്ക് ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമായി, പക്ഷെ എനിക്ക് ഓൾറെഡി വേറെ ബ്രൗൺ ഡ്രസ്സസ് ഉള്ളതുകൊണ്ട് പിന്നെ കോട്ട് സെറ്റ്. ഓക്കെ, പിന്നെ ഇതും അതുപോലെ നല്ലൊരു കോട്ട് സെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഡ്രസ്. ഇത് കണ്ടോ, ഷർട്ട് വരും മേലെ കൂടെ ലോങ് ഷർട്ട്,
ഇതെന്താ അറിയോ, എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പീസ് ഇട്ടിട്ട് അത് ദൈവത്തെ ഓർത്ത് ഇപ്പളേ പറയാ, ഒരു 50 കിലോന്റെ ജ്വല്ലറി എടുത്തോണ്ട് വരല്ലേ. ഭയങ്കര വെയിറ്റ് അപ്രിയാണ് പ്രിയ. വെയിറ്റ് ഇല്ല. സ്റ്റൈലി ആണെങ്കിൽ യു ഹാവ് ടു പേ അനദർ 20,000 ഫോർ ദ ലഗേജ്. അത് ഇപ്പളേ പറയോ. സ്റ്റൈലി ഒന്നും പറ്റില്ല. ട്രാവൽ ബ്ലോഗേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഷിഞ്ഞ ജീൻസും 2 ടീഷർട്ടും ഇത്രേ ഉള്ളൂ. അല്ല, ഇവിടുത്തെ ആൾക്കാരും അങ്ങനെയാ. പിന്നെ സ്ഥലം കാണാനല്ല, പിന്നെ അതെ അതെ അതെ. എടുക്കുന്നിട്ട് പിന്നെ ഞാൻ പറയില്ല. എന്തായാലും എനിക്ക് അതുകൊണ്ട് 20,000 30,000 ലാഭം കാണും. എത്ര ഫ്ലൈറ്റ്സ് ഉണ്ട്? 1 2 3 4 5 ഫ്ലൈറ്റ്സ്, 6 ഫ്ലൈറ്റ്സ് ഉണ്ട്. ഈ 6 ഫ്ലൈറ്റിന് എക്സ്ട്രാ ലഗേജ് കൊടുക്കണം ഞാൻ. ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് തന്നെ ഇട്ടോണ്ട് പോവാ ഒരു 6 മാലയും 4 വളയൊക്കെ. അപ്പൊ പിന്നെ വെയിറ്റ് വരില്ലല്ലോ. ഓക്കെ, അത് എടുത്തു. പിന്നെ ഇത് ഒരു ലോങ് കഫ്താൻ പോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഓക്കെ, ഇത് ലോങ് ഒരു കഫ്താൻ പോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തു. പിന്നെ ഇത് ഞാൻ ഇന്നലെ കാണിച്ചു. അത് മറ്റേ വ്ളോഗിൽ വന്നിട്ടുണ്ട്, ഇതിന്റെ മുന്നത്തെ വ്ളോഗില്. അതെന്തായാലും എടുക്കാതിരിക്കില്ലല്ലോ. അതെ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഇത് ഇട്ടാണല്ലോ ഏതോ വ്ളോഗിന്. ഇപ്പൊ ബർത്ത്ഡേക്കോ അല്ല, അത് ഡ്രൈവ് വാഷ്. ഓക്കെ ഓക്കെ. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. എവിടെ വാങ്ങിച്ചെന്ന് പറഞ്ഞു. പല പല പാച്ച് വർക്കിന്റെ ഫാബ്രിക്കില് ചെയ്തൊരു ഡ്രസ്സാണ്. ഓക്കെ. പിന്നെ അപ്പൊ കളർഫുൾ ഉണ്ട്, മറ്റേ സട്ടിലുണ്ട്, കോഡ് സെറ്റ്സ് ഉണ്ട്, സ്കേർട്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇവര് വിചാരിക്കും നമ്മൾ ഏതോ നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് അടുത്തത് കാണിക്കുക. പിന്നെ വിന്റർ ജാക്കറ്റ് എടുത്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇവര് വിചാരിക്കും നമ്മൾ ഏതോ നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് അടുത്തത് കാണിക്കുക. പിന്നെ വിന്റർ ജാക്കറ്റ് എടുത്തു. നല്ല കട്ടിയുള്ള യൂണിക്ലോന്റെ, അല്ല ഇത് കൊളംബിയയുടെ ജാക്കറ്റ് ആണ്. ഇത് നല്ല തണുപ്പ് നിൽക്കുന്ന ജാക്കറ്റ്. അതെ. അപ്പൊ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കൺഫ്യൂഷനായി. തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഇത് എടുക്കേണ്ടി വരും, ചൂടുള്ള സ്ഥലമായതുകൊണ്ട് അതും എടുക്കേണ്ടി വരും. പക്ഷെ ഒരു രാജ്യത്തിലേ നമ്മൾ പോകുന്നുള്ളൂ. അതിന്റെ കൂടെ തെർമൽസ്, അതും നല്ല ഏറ്റവും നല്ല തെർമൽസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് കൊളംബിയയുടെ ഒന്നും പറ്റിയില്ലെങ്കിൽ യൂണിക്ലോന്റെ എക്സ്ട്രാ വാം, അൾട്രാ വാം ഉണ്ട്. കുറെ റേഞ്ച് ഉണ്ട്. അൾട്രാ വാം ആണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ വേദുവിന് ഇപ്പൊ വാങ്ങി ഹീടെക്കിന്റെ അൾട്രാ വാം. അതും എടുത്തു. നല്ല കട്ടിയിലുള്ള തെർമലായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല കട്ടിയിലുള്ള തെർമൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വെറ്റർ എടുത്തു. അതിന്റെ കൂടെ തെർമൽ ഇട്ടിട്ട് സ്വെറ്റർ എടുത്തു. പിന്നെ ഒരു ജാക്കറ്റ് എടുത്തു. ഈ ഒരു ജാക്കറ്റ് എടുത്തു. വേറൊരു ആ ജാക്കറ്റ് നല്ല സ്റ്റൈലിഷ് ആട്ടാ, നമ്മളിത് റഷ്യന് വാങ്ങിച്ചതാ. സോ ഇത്രയാണ് പാക്കിംഗ്. പ്ലസ് നമ്മള് വേറൊരു മറ്റേ കോഡ് സെറ്റ്, ഫ്ലൈറ്റ്സ് മാറി കയറുന്നോണ്ട് അതുകൊണ്ട് വേറെ എയർപോർട്ടിൽ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് വന്ന വേറെ ഒരു കോഡ് സെറ്റും ഉണ്ട്. ഇതൊന്നും പോരാതെ ഒരു 1 കിലോ മരുന്നുണ്ട്. അത് വേദുവിന്റെ ആട്ടാ. കാലിപ്പെട്ടി. പിന്നെ നല്ല വെയിലായത് കൊണ്ടിട്ട് സൺസ്ക്രീൻ വേണമല്ലോ. സൺസ്ക്രീൻ എടുത്തു. പിന്നെ ഉറങ്ങാൻ വേണ്ടിട്ട് എടുത്തു. പിന്നെ ഇത് ജ്വല്ലറി ഓൾറെഡി പാക്ക് ചെയ്തോ? പക്ഷെ ഇതിൽ ഇനി നിറയ്ക്കാനുണ്ട്. മാല, എന്റെ മാലകള്, എന്റെ വള, സ്കോച്ച് പാഡ്. സ്കോച്ച് പാഡ് എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കും? വേദുവിന്റെ ബോട്ടിൽസ് കഴുകാൻ വേണ്ടിട്ട്. പിന്നെ അതല്ലാതെ വേദുവിന്റെ കുറെ മെഡിസിൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രിയ മാറ്റിക്കോ കേട്ടോ, വെയിറ്റ് കൂടുതലാണ്. ഒറ്റ പെർഫ്യൂം എടുക്കാം ഞാൻ, അത് ഷെയർ ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നേ? അതാകുമ്പോ അവിടെ കളഞ്ഞിട്ട് വരാലോ. ഇല്ല, ഞാൻ വലുതെടുക്കാം ഇത്തവണ. ഞാൻ മറ്റേ ആ മെയിൻ ഹെവി ഐറ്റം എടുക്കാം. ആ ദുബായ് സാരം അതെടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം രാവിലെ അടിച്ചാ ട്രാവൽ ചെയ്യുമ്പോ രാത്രി വരെ അവിടുത്തെ ആൾക്കാരൊന്ന് ചോദിക്കും നമ്മുടെ അടുത്ത്.
സുജിത് ഭക്തൻ ചോദിച്ചേട്ടാ അവിടെ ഇത് വന്നിട്ട് നല്ല മണമാണല്ലോ, നിങ്ങൾ ഹാളിൽ എന്ത് സ്പ്രേ അടിച്ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഹാളിലെ അല്ല എന്റെ സ്പ്രേ ആന്ന് പറഞ്ഞേ. വേണ്ട, വെയിറ്റ് അതപ്പോ 1 കിലോ കുറഞ്ഞു. ഭയങ്കര വെയിറ്റ് ആണ്. അത് വേദൂൻ പ്രിയയുടെ ഫ്രണ്ട് നീത്തു ഭീമ പ്രിയക്ക് കൊടുത്താണ് ഇപ്പൊ ദുബായിൽ വന്നപ്പോ. അത് നമ്മുടെ യൂഷ്വൽ ഡോളോ, സിട്രസിൻ, എന്താ അൾട്രോമൈസിൻ, ഇത്രേ ഉള്ളൂ. ഹൈഫനാക്ക് മരുന്നുകള്. പിന്നെ വേദുവിന്റെ അതുപോലെ തന്നെ ഒരു സെലൈൻ നോസ് സ്പ്രേ കാണും, ഡോള് കാണും, പിന്നെ ഒരു അലർജിയുടെ കാണും, പിന്നെ ഒരു റണ്ണിങ് നോസിന്റെ കാണും. അത് തന്നെ അലേഗ്രയാണ് അലർജിക്കും റണ്ണിങ് നോസിനൊക്കെ. ഡോളോ മെയിൻ കാണും. പിന്നെ ചുമയുടെ മലത്തെ അസ്കോറിൽ കാണും. ഇത്രയാണ് നമ്മുടെ സെറ്റ്. ആൻഡ് ഇതൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ബിക്കിനി എടുത്തില്ലല്ലോ. ആ ചൂടുള്ള സ്ഥലത്ത് ബീച്ചിന്റെ അവിടെ പോകുമ്പോ അല്ല, എന്നാലും ചുമ്മാ. ഓക്കെ, സോ വെറുതെ ബെഡിൽ കിടക്കാമല്ലോ. എല്ലാരും അങ്ങനെയല്ല, പിന്നെ ബിക്കിനി ഇട്ടോണ്ടല്ലേ ബെഡിൽ കിടക്കുന്നത്. അത് പറ്റില്ല. ഓക്കെ, സോ ഗൈസ്, ഇതുകൊണ്ട് പ്ലീസ് ഡു ഗെസ് എങ്ങോട്ടാ ഞങ്ങൾ പോകുന്നതെന്ന്. അപ്പൊ പ്രിയയുടെ ഒരു ടോട്ടൽ മേക്ക് ഓവർ ആയിരിക്കും ട്രിപ്പ്. ഹെയറും കട്ട് ചെയ്തു, അതിന്റെ കൂടെ നല്ല സ്റ്റൈലിഷ് ക്ലോത്ത്സും എടുത്തു. ഏതാ നമ്മൾ ട്രാവൽ എപ്പോഴും ഒറ്റ ഷൂസല്ലേ എടുക്കുന്നത്. ആ പിന്നെ പോകുന്ന സ്ഥലം ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് എന്തായാലും ഒരു ഷൂ കൂടെ വാങ്ങും ചെയ്യും. അപ്പൊ അതുമായി. അപ്പൊ ഇതൊക്കെയായിരുന്നു ക്ലൂ. അതെ, ഏകദേശം ഇതൊക്കെയാണ്. അതെ, അപ്പൊ ഏകദേശം ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക എങ്ങോട്ടാണ്. അപ്പൊ നാളെ നമുക്ക് എയർപോർട്ടിൽ ഉള്ള വ്ളോഗ് വെച്ച് കാണാം. ബൈ. അങ്ങനെ ഒരു ഫുൾ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ എന്തായാലും യാത്ര ഇല്ലല്ലോ. ആ അപ്പൊ എങ്ങോട്ടാ പോകുന്ന? കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന് നമ്മൾ 3 പേരും കോഡ് സെറ്റാ. അതാദ്യമേ കാണിക്കും. ഇത് പ്രിയയുടെ കേട്ടാ. ഇത് പ്രിയയുടെ ഇറ്റ്സ് മൈ ഡ്രീം കം ട്രൂ. ഓ, അത് വേദുവിന്റെ. എന്റെയും കൂടെ കാണിക്കും. ആൻഡ് ഫൈനലി ഇത് എന്റെ 3 പേരുടെയും കോഡ് സെറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര മാച്ച് കാണിച്ചു, ഭയങ്കര സ്റ്റൈലൊക്കെ. എങ്ങോട്ടാ പോകുന്നത്? അതെ, അവിടെ പോയിട്ട് കാണാം. ഇനിയിപ്പോ ലോഞ്ചിൽ കയറാൻ സമയം ഉണ്ടോന്ന് അറിയില്ല. ഫ്ലൈറ്റിൽ ഫുഡ് ഇല്ല. ഫസ്റ്റ് ക്ലൂ. അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഫ്ലൈറ്റിൽ ഫുഡേ ഇല്ല. വേഗം പോയാ ഒരു 10 മിനിറ്റ് ലോഞ്ചിൽ വേഗം കഴിക്കാം. ഗൈസ്, ആ കൂടി 20 മിനിറ്റ് ഉണ്ട്. വേഗം കഴിക്കണം. പക്ഷെ ഇത് കാണിക്കാതിരിക്കാൻ വയ്യ. കൊച്ചി എയർപോർട്ടിന്റെ ലോഞ്ചിൽ ബാത്റൂം വന്നിട്ടുണ്ട്. ഇതായിരുന്നു ഇല്ലാത്തത്. ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, വുമണും ഉണ്ട്, ജെൻസും ഉണ്ട്. അപ്പോൾ ലോഞ്ച് സെറ്റായി. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇഷ്ടംമാതിരി ടോയ്ലറ്റ്സ് ഉണ്ട്. പിന്നെ എയർപോർട്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കുമല്ലോ നമ്മുടെ കൊച്ചിയിൽ. സോ അടിപൊളി. സ്പ്രെഡും അടിപൊളി വരുന്നുണ്ട്. കുറേ ടൈപ്പ് സാലഡ്സ് ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സ്. ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ നന്നായി ഹൈഡ്രേറ്റഡ് ഡീടോക്സ് വാട്ടർ, ക്രീം ഓഫ് പംകിൻ സൂപ്പ്. ദാറ്റ് ലുക്ക് സോ യമ്മി. സൂപ്പൊന്നും കുടിക്കാൻ സമയമില്ല. ചപ്പാത്തി, സ്റ്റീം റൈസ്, വെജ് ബിരിയാണി, ദാൽ കറി, അവിയൽ, പൊട്ടാറ്റോ, പനീർ, പ്രിയ ആൻഡ് ഫിഷ് കറി ആൻഡ് ചിക്കൻ കറി. വീറ്റ് പായസം ഉണ്ട് ഡെസേർട്ടിന്. ആൻഡ് ദെൻ കുറച്ച് പഫ്സ്, കപ്പ് കേക്ക്സ്, ഫ്രൂട്ട് കേക്ക്സ്. പിന്നെ നമുക്ക് ആൽക്കഹോൾ വേണമെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൽക്കഹോളിനുള്ള കൂപ്പൺ തരും. അല്ലെങ്കിൽ പെപ്സിയും എല്ലാം ഉണ്ട്. കിട്ടുന്ന ഫുഡാണ്, ഒന്നും പറയില്ല. കഴിക്കാൻ സമയമില്ല. അവരെ ചിക്കൻ റീഫിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടേബിളിൽ സെർവ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുവരെ അവർ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. അത് ഇത്രയും ക്വാണ്ടിറ്റി, ഒരു പിശുക്കും ഇല്ല. നല്ല ക്വാളിറ്റി ഫുഡ്. ലോഞ്ചിൻ്റെ എക്സ്പീരിയൻസ് ടോപ്പ് നോച്ചാണ്. ബാത്റൂമും വന്നു. 7 മിനിറ്റിൽ ഫുൾ തീർത്തോണം. മോശമായിരുന്നു. ഇപ്പം പറയാതിരിക്കാൻ പറയാം, അടിപൊളി. അത് നല്ല ഫുഡും നല്ല സർവീസും നല്ല ക്ലീനും. വേറെ എന്ത് വേണം? അതെ, സമയമില്ല. ഇത് സ്കൂട്ടർ പെട്ടി ഞങ്ങൾ എടുത്തുള്ളൂ. അധികം വെയിറ്റ് ക്യാരി ചെയ്യേണ്ടെന്ന് വിചാരിച്ച് വേഗം നടക്കുമെന്ന്. ആ ഏത്? അല്ല, അത് മറ്റേതുണ്ടല്ലോ, 2 ഇല്ലേ പ്രിയ? എല്ലാം കൂടെ നടക്കത്തുന്നില്ല. അത് നമുക്ക് ഷോപ്പിംഗ് ഇല്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ അതും കൊണ്ട് 2. ഷോപ്പിംഗ് ഉള്ള സ്ഥലത്ത് മാക്സിമം ഒരെണ്ണം, അല്ലെങ്കിൽ ഈ ചെക്കൻ നടക്കില്ല. ബാ, നമ്മുടെ പേരൊക്കെ അനൗൺസ് ചെയ്തോട്ടെ. ഇപ്പോഴും എങ്ങനെയാണ്, ലേറ്റ് ആകുമ്പോൾ ഗേറ്റ് ഏറ്റവും അവസാനമായിരിക്കും. ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് വിൽ മിസ് ദ ഫ്ലൈറ്റ്.
പക്ഷേ സാധാരണ എനിക്ക് എയർപോർട്ട് ഫോട്ടോ ഉണ്ട്, അതെടുക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല. അതെടുത്ത് തുടങ്ങിയാലും എന്താ നമ്മുടെ ഒരു റിച്വൽ പോലെ, ഒരു സൂപ്പർസ്റ്റിഷൻ പോലെയാണ്. എയർപോർട്ടിൽ ഞങ്ങൾ മൂന്നുപേര് നിന്ന് ഒരു നല്ല ഹാപ്പി പോസിൽ എടുക്കുക ഒരു ഫോട്ടോ. എപ്പോഴും ചെയ്യാറുണ്ട്, അതിന് പോലും സമയമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കറക്റ്റ് ടൈമിന് എത്തി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളോട് അവർ ഫ്രണ്ടിലത്തെ സെക്കൻഡ് സീറ്റ് തരാം, കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്തും ബാക്ക് സീറ്റിലൊന്നും ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ പ്രിയ, ഒട്ടും സ്പേസ് ഇല്ല. അല്ല, നമ്മൾ ഫ്രണ്ട് സീറ്റിലേക്ക് അത്ര 1200 രൂപയും കണ്ട് കൊടുത്തു പെർ ടിക്കറ്റ്. എന്നാലും കുറച്ചെങ്കിലും കാലെങ്കിലും വെക്കാൻ പറ്റിയാൽ മതി. ഏറ്റവും ഫ്രണ്ടിൽ ആക്ച്വലി തരാം എന്ന് പറഞ്ഞു, 1500 രൂപയേ ഉള്ളൂ. പക്ഷെ വേദിന് കിടക്കാൻ പറ്റില്ല, എൻ്റെ ഹാൻഡ് റെസ്റ്റ് പോകാൻ പറ്റില്ല. സോ അങ്ങനെ കുട്ടികളുള്ളവർ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് എടുക്കാതിരിക്കുക. വേറൊരു കാര്യമുണ്ട്, കൊച്ചി എയർപോർട്ടിൽ വരികയാണെങ്കിൽ 2 മണിക്കൂർ മുന്നേ വന്നാലേ ചെക്കിങ് കഴിഞ്ഞാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര തിരക്ക്. ചെക്കിങ്ങിന് എത്ര ടൈം? ഈ വിയറ്റ്നാം എയർലൈൻസ് ഭയങ്കര സ്ട്രിക്റ്റാ, അതിനാണ് കുറെ ടൈം പോയത്. 2-3 പ്രാവശ്യം പെട്ടി കൊണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നിട്ട് ഡയലോഗ് ഇറക്കിയിട്ട് പോകും. ഏത് വന്നാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാട്ടാ. ഞങ്ങൾ സെക്കൻഡ് സീറ്റ് എടുത്തു. താങ്ക്ഫുള്ളി ഇവിടെ ആരും എടുത്തിട്ടില്ലല്ലോ ഫ്രണ്ട് സീറ്റ്. 1000 രൂപയും കൂടെ കൊടുത്തെടുത്താൽ യു ക്യാൻ ഹാവ് എ മച്ച് കംഫർട്ടബിൾ സീറ്റ്. ഞാൻ 6 feet ഉണ്ട്. ഇതുപോലെ കാല് നീട്ടിയിരിക്കാം. ഫ്രണ്ട് സീറ്റ് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഇത് പൊക്കാൻ പറ്റില്ല. ബാത്റൂം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പ്രിയ ഹാപ്പിയാണ്, അടുത്ത് തന്നെ ബാത്റൂം ഉണ്ടല്ലോ. ആൻഡ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ അപ്പം ഇറങ്ങി ഓടുക. അതാണ് നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നത്. ഭയങ്കര ക്യൂ ആ. നിങ്ങൾ വിയറ്റ്ജെറ്റ് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. വിയറ്റ്ജെറ്റ് എത്ര സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് അറിയാം. ഏറ്റവും അഫോർഡബിൾ ഫ്ലൈറ്റ് ആണ്. നമുക്ക് ജപ്പാനിലേക്കാണെങ്കിൽ, വിയറ്റ്നാമിലേക്കാണെങ്കിലും, ബാലിയിലേക്കാണെങ്കിലും കുറേ സ്ഥലത്തേക്കുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇവർ ലഗേജ് പോളിസിയിൽ. സോ നിങ്ങൾ 1 കിലോ കൂടിയാൽ തന്നെ അവർ പിടിക്കും. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ലാപ്ടോപ്പ് ബാഗും ക്യാരി ബാഗില്ലേ അതുപോലെ സമ്മതിക്കില്ല. ഒറ്റൊരു ബാഗേ അലൗ ചെയ്യുള്ളൂ. നേരത്തെ ഫ്ലൈറ്റിന് എക്സ്ട്രാ ലഗേജ് എടുക്കുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എടുക്കുക. വളരെ അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇതൊരു കണക്ക് പ്രകാരം ഒരു 40-50 കിലോയ്ക്കൊക്കെ ഒരു 4000-5000 രൂപ വരുള്ളൂ, വിച്ച് ഇസ് വെരി അഫോർഡബിൾ. അല്ലാതെ നിങ്ങൾ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് 1 കിലോ കൂടിയ ഒരു ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടി ബെറ്ററാണ് ഈ പൈസ എടുക്കുന്നത് അല്ലേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹി ലവ്സ് ട്രാവലിംഗ്. എന്നെക്കൊണ്ട് എവിടെയൊക്കെ വേദുവിനെ കൊണ്ട് പോകാൻ പറ്റും, വേദുവിനെ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും. ആൻഡ് കുട്ടിയാണെങ്കിലും യു തിങ്ക് ഹി വോണ്ട് റിമെമ്പർ ഓൾ ദിസ്. പക്ഷേ അവന് ഞങ്ങൾ ട്രാവൽ ചെയ്ത മിക്ക സ്ഥലവും ഓർമ്മയുണ്ട്. വലുതാകുമ്പോൾ അവൻ യൂട്യൂബിൽ കൂടെ കണ്ട് അവൻ മനസ്സിലാവും അപ്പ അമ്മയും വേദുവിനെ എല്ലായിടത്തും കൊണ്ടുപോയിന്ന് അല്ലേ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു കിഡിലൻ ഹോളിഡേക്ക് പോവാണ്. എത്ര കാലമല്ലേ ഒരു ഹോളിഡേ ട്രിപ്പ് പോയിട്ട്. നമ്മളെപ്പോഴും ബിസിനസ് ട്രിപ്പല്ലേ എപ്പോഴും എടുത്തോണ്ടിരുന്നത്. ജോർജിയ. അതുകൊണ്ട് എല്ലാം ഇതുപോലത്തെ ഉള്ള ട്രിപ്സ്. അപ്പോൾ ഒരു പ്രോപ്പർ ഹോളിഡേ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കൊച്ചിയുടെ വ്യൂ നന്നായി എടുത്തോണം. പുതിയ ഫോണിൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാ. തുടങ്ങട്ടെ, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ ഫ്രീ ബിസിനസ് ക്ലാസ് ഒക്കെ കിട്ടി, സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഇനി എന്ത് വേണം, ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ആള് നല്ല ഫ്രഷ്. ഇപ്പോൾ തായ്ലൻഡിലേക്കാണെങ്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഫ്ലൈറ്റ് ഇസ് ഓൾമോസ്റ്റ് വേക്കൻറ്റ്. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് സീറ്റ്സ് ആണെങ്കിലും ഇത്രയും വലിയ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് 70% വേക്കൻ്റാണ്. എന്തായി ലാൻഡ് ചെയ്യാറായാ? പറഞ്ഞാ കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ലേ? എല്ലാവരും ഇറങ്ങി. വേദം നിവർന്ന് കിടന്നു. ഞാൻ ബാക്കിലത്തെ റോയിൽ പോയി കിടന്നുറങ്ങി. റേ ഇരുന്നുകൊണ്ടും ഇറങ്ങി. ആ വ്യൂ ഒന്ന് കാണിച്ച്. ഗൈസ് അങ്ങനെ ലാൻഡ് ചെയ്തു. ഞാൻ കേട്ടിരിക്കുന്നത് ഒരു വേഴ്സ്റ്റ് എമിഗ്രേഷൻ വൺ ക്യാൻ എക്സ്പീരിയൻസ് ആണ്. സോ ഈ ഒരു എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം സമയം 5 മണി. ഞാൻ എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്നും കൂടെ കാണിച്ചു തരാവേ. അത്രയും ഹൊറബിളാണ് ഞാൻ കേട്ട്. അബ്സല്യൂട്ട് കെയോസ് ആണ്. ഇമിഗ്രേഷൻ അങ്ങോട്ട് പോലും പോകാൻ പറ്റുന്നില്ല. അത്രയും തിരക്കാണ്, അത്രയും ക്രൗഡാണ്. എനിക്കറിയില്ല ഞങ്ങൾ എപ്പോൾ ഇറങ്ങുമെന്ന്. ഞാൻ എക്സ്പെക്ട് ചെയ്താണ് വന്നത്. കറക്റ്റ് ഓൾമോസ്റ്റ് 2 hours എമിഗ്രേഷൻ ക്ലിയർ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ പെട്ടിയൊക്കെ അവരിവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് തപ്പുക. ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ലഗേജും കൂടെ എടുത്തിട്ട് കൺക്ലൂഷൻ എടുക്കാം. 40-45 കൺട്രീസ് യാത്ര ചെയ്തിട്ട് ആദ്യമൊക്കെ തായ്ലൻഡ് ആയിരുന്നു ക്യൂ. ഇതിന്റെ അടുത്തൊന്നും വരില്ല. അത് ഇതെന്തോ വേറെ ലെവൽ. ഇതിന് മേലെ എനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. അല്ലേ? അപ്പൊ ഇനി
അല്ല ചിലപ്പോ 2 hours ഇവിടുത്തെ ഒരു എക്സ്പെക്ട് ചെയ്യണ്ട. നമുക്ക് എല്ലാം ഈസി ആയിരിക്കും യൂഷ്വൽ. എപ്പോഴും ഉള്ളത് എനിക്കറിയാം. എപ്പോഴും എന്തിനാ എന്റെ പെട്ടി വിടുന്നതെന്ന്. Why can't you give yours? എന്റെ വീട്ടിനകത്ത് പവർ ബാങ്ക് ഉണ്ടായിരുന്നു. എന്തായാലും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഫുൾ നോക്കിയില്ല ഇവിടെ. ഞാൻ വരില്ല. കംപ്ലൈന്റ് ചെയ്യാം. ഞാൻ എന്റെ പെട്ടി ഇല്ലാതെ ഞാൻ വരില്ല. കംപ്ലൈന്റ് ചെയ്തിട്ട് വരാം. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ എന്റെ പെട്ടി പോകുന്നത്. ഇവരാണെങ്കിൽ 10 പൈസ തരത്തുമില്ല. ഞാൻ വരില്ല. ഇവിടെ ഇല്ല, ഇത് വേറെ ഫ്ലൈറ്റ്. ഇത് ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് കണ്ടു വന്ന ഫ്ലൈറ്റാ. ബാ അപ്പുറത്തുണ്ട്, അപ്പുറത്ത് നോക്കാം. പ്രിയ എന്താ 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 മുഖമൊക്കെ മാറി. പ്രിയ മറ്റേ ഒരു മാസത്തെ പ്ലാനിങ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരിക്കുക. ഏത് ദിവസം ഏതിടും ആ ലെവലിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യ ദിവസം ഇടുന്നത് ഏറ്റവും മുകളിൽ അങ്ങനെ അടുക്കി വെച്ചാൽ ലഗേജേ പോയായിരുന്നെങ്കിലോ. എന്റെ അകത്ത് കുറെ പ്രഷ്യസ് സാധനങ്ങളുണ്ട് പ്രിയ. അപ്പോ സ്ഥലം ഏതാന്ന് ഗസ് ചെയ്യാ. അടുത്ത വ്ളോഗിൽ കാണാം. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഗുഡ് ബൈ അല്ല, ഗുഡ് ബൈ അല്ല, തമ്പിയർ പറ. നമ്മൾ എവിടെയാന്ന് പറയരുത് കേട്ടാ. ഇതാണ് തമ്പിയത്ത്. അതൊന്നും അല്ല. കൺഫ്യൂസ് ചെയ്യും.